ജനറ്റിക് ഡിസോർഡേഴ്സ്. ജനറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഡിസീസ് അല്ലെങ്കിൽ ഡിസോർഡർ ഒരു ജനറേഷനിൽ നിന്ന് നെക്സ്റ്റ് ജനറേഷനിലേക്ക് അത് ഇൻഹെറിറ്റഡ് ആവുകയെന്നുണ്ടെങ്കിൽ, അതുപോലെ ചില ജനറേഷനിൽ എക്സ്പ്രസ്ഡ് ആവാം, ചില ജനറേഷനിൽ എക്സ്പ്രസ്ഡ് ആവാതിരിക്കാം. സോ അങ്ങനത്തെ ഡിസോർഡേഴ്സിനെയാണ് ഇൻഹെറിറ്റഡ് ആയിട്ട് ഡിസീസ് ഹാൻഡ് ഓവർ ചെയ്യണേ ഒരു ജനറേഷൻ അടുത്ത ജനറേഷനിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ജനറ്റിക് ഡിസോർഡേഴ്സ്. ജീനുകൾ വഴി ഈ ഡിസീസസ് വൺ ജനറേഷൻ ടു നെക്സ്റ്റ് ജനറേഷൻ എത്തുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ജനറ്റിക് ഡിസോർഡേഴ്സ്. ഈ ജനറ്റിക് ഡിസോർഡർ നമ്മൾ പറയുമ്പോൾ ഒരുപാട് ഡിസോർഡേഴ്സ് ഉണ്ട്. അതിൽ ഒട്ടുമിക്ക ഡിസോർഡേഴ്സും ഇൻഹെറിറ്റഡ് ലൈക്ക് മെൻഡേലിയൻ ജീൻ. സോ ഈ പറഞ്ഞ ഡിസോർഡേഴ്സൊക്കെ ഇൻഹെറിറ്റഡ് ആവുന്നത് നമ്മൾ മെൻഡേലിയൻ ജീൻ, മെൻഡൽ പറഞ്ഞ ആ ഫാക്ടർ അഥവാ ജീൻ എങ്ങനെയാണോ ഇൻഹെറിറ്റഡ് ആവണേ അതുപോലെയാണ് ഈ പറഞ്ഞ ഡിസോർഡേഴ്സ് ഇൻഹെറിറ്റഡ് ആവണേ. സോ ഈ പറഞ്ഞ ഡിസോർഡേഴ്സ് ട്രേസ് ടു സ്റ്റെപ്പ് ഇൻ മെറ്റബോളിസം. സോ മെറ്റബോളിസത്തിൽ ഈ പറഞ്ഞ ഡിസോർഡേഴ്സ് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും എററുകൾ ഉണ്ടെങ്കിൽ ആ മെറ്റബോളിസത്തിൽ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ എററുകൾ, ദീസ് എറേഴ്സ് ഓർ ഡിസോർഡേഴ്സ് ആർ ട്രാൻസ്മിറ്റഡ് ടു ദ പ്രോജനി ഫോളോയിങ് ദ സെയിം ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഈ പറഞ്ഞ ഡിസീസസ് അഥവാ ഡിസോർഡേഴ്സ് പ്രോജനിയിലേക്ക് ട്രാൻസ്മിറ്റഡ് ആവുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ മെൻഡലിൻ്റെ ലോ ഓഫ് ഇൻഹെറിറ്റൻസ് വഴിയാണ്. ലോ ഓഫ് ഡോമിനൻസ്, ലോ ഓഫ് സെഗ്രിഗേഷൻ എന്നൊക്കെ പറഞ്ഞ ലോ ഓഫ് ഇൻഡിപെൻഡൻസ് പറഞ്ഞ മെൻഡലിൻ്റെ ആ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് പറഞ്ഞ പോലെ തന്നെയാണ് ഈ പറഞ്ഞ ഡിസോർഡേഴ്സ് ഒരു ജനറേഷനിൽ നിന്ന് നെക്സ്റ്റ് പ്രോജനിലേക്ക് ട്രാൻസ്മിറ്റഡ് ആവുന്നത്. സോ ജനറ്റിക് ഡിസോർഡേഴ്സിനെ രണ്ടായിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് മെൻഡേലിയൻ ഡിസോർഡേഴ്സ് ആൻഡ് ക്രോമസോമൽ ഡിസോർഡേഴ്സ്.